അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നാൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീട്ടമ്പലത്തിൽ ഉത്സവമെന്ന്. പക്ഷേ ഇതങ്ങനെയല്ല. വീട്ടമ്പലത്തിൽ നമുക്ക് വിഷ്ണുവായി ഒന്നും പാടില്ല. അപ്പോൾ അത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ മുത്രത്തിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് ബന്ധുക്കളുണ്ട്. അപ്പോൾ അവിടെയാണ് വിഷ്ണുമായയുടെ അമ്പലം ഉള്ളത്. അപ്പോൾ അവിടെ ഈ തോറ്റവും പാട്ടും കളം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് അവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ടാണ് ഇവിടെ. അപ്പോൾ ഇവിടേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അച്ഛനും അമ്മയാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും വരാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ആദ്യകാലങ്ങളിലൊന്നും അങ്ങനെ കാര്യമായിട്ട് പരിപാടികൾ ഇവിടെ നടത്താറില്ല എന്ന് തോന്നുന്നു. അച്ഛനും അമ്മയും വരാറുണ്ട്, പക്ഷെ എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യമൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ വിപുലീകരിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് വരണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം സഹായിച്ചിട്ട് വരാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ പാട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കേട്ടിട്ട് കാണാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ചില ഉത്സവങ്ങൾക്കൊക്കെ പോയി ഭയങ്കര കൊട്ടും പാട്ടൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവൻ കരയും, പക്ഷേ ചിലയിടത്ത് പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വിഷ്ണുമായിക്ക് തുള്ളുന്നത്, മുത്തപ്പന് തുള്ളുന്നത്. നമ്മൾക്കിങ്ങനെ കൽപ്പനകളൊക്കെ പറയില്ലേ, അതൊക്കെ ഞാൻ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ണൻ്റെ കാര്യമൊക്കെ അവിടെ ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കാരണന്മാരാണല്ലോ, അവർ നോക്കിക്കോളാം എന്നുള്ളതിലൊക്കെ കുറേ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിഷ്ണുമായുടെ തുള്ളലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല, ഒരുപാട് ലൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിന്നില്ല, ഞങ്ങൾ പിന്നെ തിരിച്ച് വേഗം പോകുന്നു. അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ജാനിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയുടെയും കൂടെ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്.